നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പില് ആര്യാടൻ ഷൗക്കത്ത് 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുക. UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. തോറ്റത് CPMന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ആണ്. വ്യക്തിപരമായിട്ട് ഇവിടെ ഇതുപോലൊരു വിജയം ആര്യാടന്, ഷൗക്കത്തിന്, ജൂനിയർ ആര്യാടന് ഈ ഒരു വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരു 5,000-6,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ അദ്ദേഹം ജയിച്ചേക്കാം എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു അവസ്ഥ, അതുകൂടാതെ അവിടുത്തെ പഞ്ചായത്തുകളില്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയില് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങള്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ അട്ടിമറി വിജയമൊന്നും ഷൗക്കത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ല. ഈ 11,000 വോട്ട് എന്ന് പറയുന്നത് ഒരു അട്ടിമറി വിജയമാണെന്നോ ഒരു പടുകൂറ്റൻ വിജയമാണെന്നോ ഒന്നും പറയുന്നുമില്ല. എങ്കിൽ പോലും ഇതുപോലൊരു വിജയം ഒട്ടുമേ പ്രതീക്ഷിച്ചിരുന്നല്ല. പക്ഷേ അതിന്റെ 11,000-ലേറെ വോട്ടിന് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുക. ഇത് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ വോട്ടാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് കൈവരുമായിരുന്നില്ല. ഇതിനൊരു വലിയ പ്രാധാന്യം വന്നത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്, രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കൊണ്ടുവന്നത് CPM തന്നെയാണ്. അവരവരുടെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി, നാട്ടുകാരൻ തന്നെയായ നിലമ്പൂർ സ്വദേശി, നിലമ്പൂരിലെ പോത്തുകല്ല് എന്ന് പറയുന്ന പഞ്ചായത്ത്, അവിടെ ജനിച്ച നിലമ്പൂരിൽ സ്ഥിരതാമസമാക്കിയ സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നു. അതനുസരിച്ചുള്ള പ്രചാരണങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെയാണിത് ഒരു സുപ്രധാന മത്സരമായിട്ട്, ഒരുപക്ഷെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിന്റെ ഒരു സെമി ഫൈനലിനോ ഒക്കെ പറയാവുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പിന്, ഈ ഉപതെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൈവന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതായിട്ട്, രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി വിജയന്റെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട്, അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലരും അഭിപ്രായപ്പെട്ടതുപോലെ അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്നൊന്നും എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. കാരണം ഇനി 7-8 മാസങ്ങള്, അല്ലെങ്കിൽ 8-9 മാസങ്ങള് തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിനുള്ളിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന മുന്നണിക്ക് ഇതൊരു വലിയ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. LDF ജയിച്ചാൽ LDFന് അവരുടെ 3ാം വട്ടം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യം, അത് ബലപ്പെടുത്തുന്ന ഒരു വിജയമായിട്ട് മാറുമായിരുന്നു. UDFനാവട്ടെ, അവരിപ്പോൾ ജയിച്ചിരിക്കുകയാണ്. UDFന് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന, അവർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അതിപ്പോ അവർക്ക് ലഭിച്ചിരിക്കുക. അതിനപ്പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങ് മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നായിട്ടൊന്നും കണക്കാക്കിയിരുന്നില്ല. പക്ഷേ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിട്ട്, അല്ലെങ്കിൽ ഒരു വികാര പ്രകടനമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാതെ വയ്യ. ഈ ആ സർക്കാർ അനുവർത്തിച്ചു പോരുന്ന നയങ്ങള്, സമരങ്ങളോട് അവര് എടുക്കുന്ന ഒരു മനോഭാവം, നമ്മുടെ ഈ ആശാ വർക്കർമാരുടെയൊക്കെ സമരം നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. വലിയ തോതിലുള്ള വിലക്കയറ്റം, ഈ സർക്കാർ കാട്ടുന്ന, അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന CPMന്റെ ധാർഷ്ട്യം, അഹങ്കാരം, ധൂർത്ത്, സ്വജനപക്ഷപാതം, ഒരു തരത്തിൽ നോക്കിയാൽ ഞങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താവണം ഇതെന്നാണ് UDF നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു അജണ്ട. അതിപ്പോൾ നിലമ്പൂർ അംഗീകരിച്ചിരിക്കുകയാണ്. ഷൗക്കത്തിന് കിട്ടിയ 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം, അതോടൊപ്പം തന്നെ സ്വതന്ത്രനായി മത്സരിച്ച, പിണറായിസത്തിനെതിരെ വോട്ട് പിടിച്ച, അല്ലെങ്കിൽ പിണറായിക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മത്സര രംഗത്തുണ്ടായിരുന്ന PV അൻവറിന് ലഭിച്ച ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ, 20,000-ന് തൊട്ടു താഴെ വരെ അദ്ദേഹം എത്തി. അങ്ങനെ 10-30,000 ആളുകള് പിണറായി വിജയനെതിരായിട്ട്, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതിനും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത വളരെ ധീരമായ ഒരു നിലപാട്, ആ നിലപാടിന് ലഭിച്ച ഒരു അംഗീകാരമായിട്ട് കൂടി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ നാം കാണേണ്ടതുണ്ട്. നേരത്തെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടെയൊക്കെ
സ്വന്തം സീറ്റുകൾ അല്ലെങ്കിൽ സ്ഥിരം സീറ്റുകൾ, സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയാണ് UDF ചെയ്തത്. അവിടെയൊക്കെ അവര് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ സ്ഥിരം സീറ്റ് അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് അവര് നിലനിർത്തുകയാണ് ചെയ്തത്. ചേലക്കരയിലും പാലക്കാടിനും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. അവിടെ LDF തന്നെയാണ് ജയിച്ചതെങ്കിൽ അവരുടെ ഭൂരിപക്ഷം പകുതിയിലേറെ കുറയ്ക്കുന്നതിന് സാധിച്ചു. പക്ഷേ നിലമ്പൂരിന്റെ വിഷയം മറ്റൊന്നാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് LDF ജയിച്ച മണ്ഡലമാണ്. PV അൻവറിനെ മുൻനിർത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് LDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. അത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു. പക്ഷേ മണ്ഡലം പുനർനിർണയത്തിന് ശേഷം അതിന്റെ സ്വഭാവം മാറി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ LDF ആണ് ജയിച്ചത്. ആ ഒരു സീറ്റ് ചെറിയൊരു മാർജിൻ അല്ല, 11,000-ലേറെ വോട്ടിന്റെ വ്യത്യാസത്തിന് UDF തിരിച്ചു പിടിച്ചിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റിയത് LDFന്റെ നിലപാടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം തോറ്റ സ്ഥാനാർത്ഥി M സ്വരാജ് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൽ അല്ലെങ്കിൽ നൽകിയ പ്രതികരണത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ട് മാറ്റി എന്നാണ് സ്വരാജ് പറഞ്ഞത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പലരെയും ആലോചിച്ചതാണ്. ഫുട്ബോൾ താരം U ഷറഫ് അലി മുതലുള്ള ആളുകളെ അവര് ചിന്തിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു പ്രതീക്ഷയുടെ നാമ്പ് CPM-ന് വീണ് കിട്ടുന്നു. അൻവർ രാജിവെച്ചപ്പോഴാണല്ലോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അൻവർ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് 2 തവണ ജയിച്ചതാണ്. പക്ഷേ പിണറായി സ്വത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചതും പുറത്തു വന്നതും പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതും. അപ്പൊ PV അൻവർ സ്വാഭാവികമായിട്ടും UDF-നെ പിന്തുണയ്ക്കുമെന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ അൻവർ ആ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ പറ്റുമായിരുന്നില്ല. ഇത് ഒരു സാധ്യതയായിട്ട് പെട്ടെന്ന് പിണറായി വിജയൻ കണക്കിലെടുക്കുകയാണ് ഉണ്ടായത്, ജയിക്കാനുള്ള ഒരു സാധ്യത. അങ്ങനെയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊരു ആശയം പാർട്ടി സ്ഥാനാർത്ഥി എന്നതിലേക്ക് വരുന്നത്. പാർട്ടി ചിഹ്നത്തിൽ അടുത്ത കാലത്തൊന്നും മത്സരിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉയർന്നു വരുന്നത്. അദ്ദേഹത്തെ നേരത്തെ ഈ മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നതാ CPM സംസ്ഥാന കമ്മിറ്റി, ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല. അങ്ങനെ കാര്യക്കാരൻ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിട്ട് മാറുകയാണ് ചെയ്തത്. സ്വരാജിനെ സ്ഥാനാർത്ഥിയാകുന്നു, നാട്ടുകാരനായ സ്ഥാനാർത്ഥി, പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ ജയിക്കാൻ പറ്റും. അപ്പോൾ ഈ 3ാം പിണറായി സർക്കാർ എന്ന് പറയുന്ന ഒരു വാദത്തിന് ആക്കം കൂട്ടാനും അണികൾക്കിടയിൽ ഒരു പുതിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കും. അങ്ങനെയാണ് പിണറായിയുടെ ഒരു ബുദ്ധിയായിരുന്നു, അല്ലെങ്കിൽ ഒരാഗ്രഹമായിരുന്നു സ്വരാജിനെ മത്സരിപ്പിച്ച് ഈ സീറ്റ് നിലനിർത്തുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെയും ഭരണത്തിന്റെയും എല്ലാ സ്വാധീനങ്ങളും അവിടെ ഉപയോഗിച്ചു. മുഖ്യമന്ത്രി 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എല്ലാ മന്ത്രിമാര്, MP-മാര്, MLA-മാര് ഇവരെല്ലാവരും ഈ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു. ഇതുവരെ കുടിശ്ശികയായി കിടന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ പെട്ടെന്ന് നൽകാൻ തീരുമാനിക്കുന്നു. അത് ഈ വോട്ടിംഗ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. വർഗീയത ഇളക്കി വിടുന്നു. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒഴികെ 30 വർഷക്കാലം കൂടെ നിന്നിരുന്ന വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമി, അവരുടെ പിന്തുണ CPM വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് ഞങ്ങളുടെ വോട്ടെന്ന് അവർ പറഞ്ഞതിന്റെ പേരിൽ UDF-നെയും കോൺഗ്രസിനെയും വർഗീയതയെ പിന്തുണയ്ക്കുന്ന മുന്നണിയും പാർട്ടിയുമാക്കി ചിത്രീകരിച്ചു. മഴവിൽ സഖ്യം എന്ന ചില വാക്പ്രയോഗങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതൊന്നും കൂടാതെ ഇവിടെ BJP വളരെ ദുർബലമാണ്, ഒരു നല്ല സ്ഥാനാർത്ഥി പോലുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ CPM അവരുടെ പഴയ RSS സൗഹൃദം സഖ്യം പുറത്തെടുത്തു. അപകടകരമായ ഒരു കളിയായിരുന്നു, തീക്കളിയായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ഒരു കാലത്ത് RSS-മായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ BJP വോട്ടുകള്, ഒരു ജയസാധ്യതയും ഇല്ലാത്ത മണ്ഡലത്തിൽ BJP-യുടെ വോട്ടുകൾ പോരുന്നെങ്കിൽ പോരട്ടെ. അത് മാത്രമല്ല, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് അവിടെ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും മൂത്ത RSS-കാരന്റെ വോട്ടുണ്ടെങ്കിൽ പോരട്ടെ എന്ന് കരുതി CPM-ഉം RSS-ഉമായിട്ടുള്ള പഴയ സൗഹൃദം പോലും MP ഗോവിന്ദൻ മാർക്സ് പരസ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ കളിക്കാവുന്ന കളികളെല്ലാം നോക്കി. സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് എന്തൊക്കെ പരിവേഷങ്ങള് ചാർത്തിക്കൊണ്ടായിരുന്നു.
പണ്ഡിതനാണ്, പ്രാസംഗികനാണ്, പരന്നതും ആഴത്തിലുള്ളതുമായ വായനയ്ക്ക് ഉടമയാണ്, എഴുത്തുകാരനാണ്, പൂമരമാണ്. അദ്ദേഹം നിലമ്പൂരിന്റെ പ്രതിനിധിയാകുന്നുവെങ്കിൽ അത് നിലമ്പൂരിന്റെ ഭാഗ്യമാണ്. അദ്ദേഹം നിയമസഭയിൽ അംഗമായിട്ട് വരുന്നുവെങ്കിൽ അത് നിയമസഭയുടെ അങ്ങേയറ്റത്തെ ഭാഗ്യമാണ്. അങ്ങനെ വലിയ പരിവേഷങ്ങള് ചാർത്തിക്കൊണ്ട് ഒരു അമാനുഷനായി ചിത്രീകരിച്ചുകൊണ്ടാണ് സ്വരാജിനെ CPM അവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹം തീവണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ നൽകിയ സ്വീകരണമൊക്കെ ആ ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് മാത്രമല്ല, സ്വരാജിന്റെ സ്വന്തം ബൂത്തിൽ അദ്ദേഹം 40 വോട്ടിന് പിന്നിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇതോടൊപ്പം തന്നെ നാട്ടുകാരനായ സ്ഥാനാർത്ഥി എന്നൊക്കെ സ്വരാജിനെ പറ്റി പറഞ്ഞിരുന്നു. ആള് പോത്തുകല്ല് സ്വദേശിയ, പോത്തുകല്ല് പഞ്ചായത്തിൽ ഉള്ള ആളാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വീടുണ്ട്. പക്ഷെ അദ്ദേഹം എത്രയോ വർഷമായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ്. അപ്പൊ നാട്ടുകാർ ഒരു കാര്യം വിചാരിച്ചു, അകലെയുള്ള ഒരു ചങ്ങാതിയേക്കാൾ അയൽപക്കത്തുള്ള ഒരു കൂട്ടുകാരനാണ് ഏറ്റവും നല്ലത് എന്ന്. അങ്ങനെയാണ് ഷൗക്കത്ത് ജയിച്ചത്. കോൺഗ്രസും ഒപ്പം UDFും ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് ഐക്യത്തോടെ നിന്നാൽ അത്ഭുതകരമായ വിജയങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ളൊരു പാഠം കൂടിയാണ് നിലമ്പൂര് അവർക്ക് നൽകുന്നത്. പതിവില്ലാത്ത ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും കോൺഗ്രസുകാർക്കിടയിലും കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും തമ്മിലുമുണ്ടായി. ഘടക കക്ഷികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് വിചാരിച്ചാൽ മതി. പണ്ട് ആര്യാടൻ മത്സരിക്കുമ്പോൾ ആര്യാടനുമായിട്ട് മുസ്ലിം ലീഗിന് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലീഗിനെ അംഗീകരിച്ചിരുന്ന ഒരാളായിരുന്നില്ല ആര്യാടൻ മുഹമ്മദ്. അതിന്റെ ചേരായികളൊക്കെ ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മത്സര രംഗത്തേക്ക് വന്നപ്പോൾ, നേരത്തെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, അന്ന് തോറ്റുപോയി. ഈ രണ്ടാം കുറി അദ്ദേഹം മത്സരത്തിന് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഇറക്കിയപ്പോൾ ജൂനിയർ ആര്യാടനായിട്ട് രംഗത്ത് വന്നപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ലീഗ് അദ്ദേഹത്തെ കണക്കാക്കിയത്, അദ്ദേഹത്തിന് വേണ്ടി പോരാടിയത്. അവരുടെ മുഴുവൻ അണികളും കോൺഗ്രസ് അണികൾക്കൊപ്പം ഇറങ്ങി നിന്ന് ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തും അതുപോലെ ഒരു തരത്തിലുള്ള അനുതര സാധാരണമായ ഐക്യം നമ്മൾ കാണുകയുണ്ടായി. ഈ VS ജോയി DCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഈ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടത്. അൻവറൊക്കെ ആദ്യം ശുപാർശ ചെയ്തത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ജോയിയുടെ പേരായിരുന്നു. അത് ഷൗക്കത്ത് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും ജോയി ഒപ്പത്തിനൊപ്പം പരിഗണിക്കപ്പെട്ട ഒരാളായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി. പക്ഷെ അവസാനം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി നറുക്ക് വീണപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ തൊട്ടടുത്ത ദിവസം മുതൽ പ്രചാരണ രംഗത്ത് മുമ്പിൽ നിന്ന് ജോയിയെ കൂടെ ഷൗക്കത്തിന്റെ ഈ വിജയം കോൺഗ്രസ് ആഘോഷിക്കുമ്പോൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ കോൺഗ്രസിന് അത്ര പതിവുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ നേതൃ തലത്തിൽ ചെറുപ്പക്കാരുടെ ഒരു ടീം വളർന്നു വരുന്നതിന്റെ ഒരു ലക്ഷണവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതുപോലെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. പക്ഷെ അത് കൂടുതൽ ബലവത്തായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ളവർ, ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, 3 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ചെറുപ്പക്കാരാ, വിഷ്ണു ഷാഫിയും അതുപോലെ തന്നെ പി അനിൽകുമാറിന് ഈ മണ്ഡലത്തിന്റെ പ്രത്യേക ചുമതല തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഒക്കെ നേതൃത്വത്തിൽ KC വേണുഗോപാലും അതുപോലെ VD സതീശനും ഒക്കെ അടങ്ങുന്ന മുതിർന്നവര്, അങ്ങനെ ഒരു ടീം, ഒരു നല്ല ബ്ലൻഡ്, അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു ഗുണഫലം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ വരികയും എന്തെങ്കിലുമൊക്കെ കുശുമ്പും കുന്നായ്മയും പറയുകയും അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ ഒരു പതിവ്. ഇത്തവണ ഇത് ഉണ്ടായില്ല. ഈ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ചെറുപ്പക്കാര് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി, അതാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ചു. അവർക്ക് വിജയം കിട്ടുകയും ചെയ്തു. ഇത് 1970-കളിലെ അല്ലെങ്കിൽ 60-കളുടെ അവസാനം 70-കളില് ആന്റണി ഉമ്മൻചാണ്ടിയും ഷൺമുഖദാസും കൊട്ടറ ഗോപാലകൃഷ്ണനും ഒക്കെ ജയിച്ചു വന്ന ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗന്ധം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം സുഗന്ധം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് കാണാൻ കഴിഞ്ഞു. അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ VD സതീശൻ എടുത്ത വളരെ ഉറച്ചൊരു നിലപാട്, അതിനെ ധീരമായ നിലപാട് എന്ന് തന്നെ പറയണം. അതിന് ലഭിച്ച ഒരു അംഗീകാരം കൂടിയാണ് ഈ ഷൗക്കത്തിന്റെ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷം ഒരു 2,000-ഓ 3,000-ഓ ഒരു 5,000-ഓ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ
അത്തരത്തിലൊരു അനാലിസിസിന്റെ സ്കോപ്പ് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോഴല്ല, 11,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം, ഏതാണ്ട് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു മുൻതൂക്കം അത് ലഭിച്ചപ്പോൾ ഈ അൻവറിന്റെ കാര്യത്തിൽ സതീശൻ എടുത്ത നിലപാട് ശരിയായിരുന്നു. സാധാരണ കോൺഗ്രസിന്റെ ഒരു രീതി അതല്ല. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും വഴങ്ങിക്കൊടുക്കുന്ന ഒരു രീതിയാണ്. അൻവർ സമ്മർദ്ദം ചെലുത്തിയാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ലീഗ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കൊണ്ട് അംഗീകരിച്ചു കൊടുക്കുക. അതായിരുന്നു പഴയ രീതി. അതൊക്കെ മാറിയിരിക്കുന്നു. അൻവറിന്റെ ഈ അപ്രമാദിത്വം അങ്ങനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അൻവറിനെ എതിർക്കാൻ കാരണമുണ്ട്. അൻവറിനെ എടുക്കാൻ തീരുമാനിച്ചതാണ് ഒരു അസോസിയേറ്റ് അംഗമായിട്ട് UDF-ല്. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അടുത്ത നിമിഷത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും പുലഭ്യം പറയുകയും ചെയ്യുന്ന ഒരാളിനെ എങ്ങനെയാണ് ഒരു മുന്നണിക്ക് എടുക്കാൻ കഴിയുക? കുറെ വോട്ട് കൂടുതൽ ലഭിക്കുമായിരുന്നു. അൻവറിന് കിട്ടിയ വോട്ടുകൾ അതിന്റെ സൂചനയാണ്. അതിനെപ്പറ്റി പിന്നീട് പറയാം. പക്ഷേ അതല്ല പ്രധാനം. ജയം പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ചില നിലപാടുകൾ വേണം, എങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളൊരു അഭിപ്രായത്തില് സതീശൻ ഉറച്ചു നിന്നു. അങ്ങനെയാണ് അൻവർ UDF-ൽ പ്രവേശനം കിട്ടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ആ ഒരു നിലപാട് അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ ഒത്തുതീർപ്പുകൾക്കും വഴങ്ങുക, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നതിന്റെ പേരിൽ ഓരോ വർഗീയ വിഭാഗങ്ങളുടെയും സാമുദായിക ശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുക, അതല്ല ശരിയായ രാഷ്ട്രീയം. അതിന്റെ കാലം കഴിഞ്ഞു. ചെറുപ്പക്കാർ അത്തരത്തിലല്ല ചിന്തിക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട്. അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ളവരുടെ അവരുടെ രീതികളിലും ശൈലികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സതീശന് മനസ്സിലായി. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അതിനെ പിന്തുണച്ചു. KPCC പ്രസിഡന്റും ഒപ്പം നിന്നു. പക്ഷേ പഴയ സംവിധാനമായിരുന്നുവെങ്കിൽ യാതൊരു സംശയവുമില്ല അൻവർ ഇന്ന് UDF-നൊപ്പം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ നിലപാടിന് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകാരം നൽകുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ പല നിരീക്ഷകരും അൻവറിനെ എഴുതി തള്ളിയതാണ്. 3000, 4000 അല്ലെങ്കിൽ 10,000 വോട്ട് പരമാവധി ലഭിക്കും, അതിനപ്പുറത്ത് കിട്ടില്ല, അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുമാണ്. വ്യക്തിപരമായിട്ട് ഞാനും അദ്ദേഹത്തിന് ഇത്രയും വോട്ട് 20,000 വോട്ടിനടുത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം 19,500 വോട്ടിലേറെ നേടിയിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായി പോകുമെന്ന് പ്രവചിച്ചവരാണ് ഭൂരിപക്ഷവും. പക്ഷേ അദ്ദേഹത്തിന് പ്രസക്തി നിലനിർത്താൻ ഈ വോട്ടിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്, മറ്റൊരു വിഷയമാണ്. ഇവിടെ അൻവറിന് അദ്ദേഹത്തിന്റെ പ്രസക്തി നിലനിർത്താനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം പിടിച്ചത് ആരുടെ വോട്ടാണ്? LDF-ന്റെ ആണോ UDF-ന്റെ ആണോ? അത് സംബന്ധിച്ച വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓരോ പഞ്ചായത്തിലും വോട്ടർമാരുടെ ബിഹേവിയർ എന്തായിരുന്നു എന്നൊക്കെ ആലോചിച്ചും പഠിച്ചും വേണം അത്തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്താൻ. പക്ഷേ അൻവറിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താൻ സാധിച്ചു. ഇനി അദ്ദേഹം UDF-ല് ഒരു അംഗത്വം ചോദിച്ചാൽ പെട്ടെന്ന് അത് തള്ളിക്കളയുക എളുപ്പമായിരിക്കില്ല. ഇനി തെരഞ്ഞെടുപ്പ് ഫലാവലോകനങ്ങൾക്കിടയിൽ ഒരു ചാനല് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഇക്കാര്യം ചോദിച്ചപ്പോ അങ്ങനെ UDF-ന്റെ വാതിലൊന്നും പൂട്ടിയിട്ടില്ലല്ലോ, താക്കോൽ ഉണ്ടെങ്കിൽ തുറക്കാമല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് UDF ആലോചിക്കട്ടെ, അപ്പോൾ അഭിപ്രായം പറയാം എന്നാണ്. എന്തായാലും UDF-ന് ഇനി അൻവറിന്റെ UDF-ഉമായിട്ടുള്ള സഹകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, അതിൽ സംശയമില്ല. സ്വരാജിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ ചില സാഹിത്യകാരന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു പാഠം കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം. ചില പദവികള്, സ്ഥാനമാനങ്ങളൊക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ചില മഹാസാഹിത്യകാരന്മാര് എന്തൊക്കെയാണ് നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. സ്വരാജിനെ പറ്റി, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങള്, അദ്ദേഹം 9 മാസത്തേക്ക് MLA ആയി കഴിഞ്ഞാൽ നിലമ്പൂരിന് കിട്ടുന്ന വലിയ അസുലഭ ഭാഗ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, എന്തൊക്കെയോ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇതെല്ലാം. പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വന്നിരുന്ന് പറയുന്നതൊക്കെ വിഴുങ്ങുന്ന കാലമൊക്കെ കഴിഞ്ഞു. നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അതാണ് ഷൗക്കത്തിന് ലഭിച്ച, സ്വരാജിനുമേൽ ലഭിച്ച വലിയ ഭൂരിപക്ഷം തെളിയിക്കുന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ അടുത്ത 7-8 മാസം കൊണ്ട് അതൊക്കെ വാങ്ങിയെടുത്തോണം. അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കിട്ടുമെന്നാരും വിചാരിക്കേണ്ട. സത്യം പറഞ്ഞാൽ ചില സാഹിത്യകാരന്മാര് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നിഷിദ്ധമൊന്നുമല്ല. അവർക്ക് അഭിപ്രായം പറയാം, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാം. പക്ഷേ ചിലര് നിലമ്പൂരിൽ നടത്തിയത് സത്യം പറഞ്ഞാൽ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അതിന് നാട്ടുകാർ കൊടുത്ത മറുപടിയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഇത് പിണറായി വിജയന്റെ വ്യക്തിപരമായ ഒരു പരാജയം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിന്റെ പിന്നിൽ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതീക്ഷകൾ അതൊക്കെയാണ് പ്രവർത്തിച്ചത്. അതൊക്കെ പരാജയപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ സ്വരാജിനും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ നേരിട്ടത് തുടർച്ചയായ 2ാമത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെയാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണ്, CPM-ലെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു നേതാവാണ്. പക്ഷേ CPM പോലൊരു പാർട്ടിയെ തുടർച്ചയായിട്ട് 2 തവണ തോൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല, അതൊരു നല്ല ശകുനമല്ല. പക്ഷെ അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണമെങ്കിൽ, ജനങ്ങളുടെ യഥാർത്ഥ നേതാവായി അംഗീകരിക്കപ്പെടണമെങ്കിൽ നിലത്തേക്കിറങ്ങണം, മണ്ണിലേക്കിറങ്ങണം, നിലത്ത് കാൽ ചവിട്ടി നിൽക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് നൽകുന്ന പാഠം. കാലത്തിന്റെ വ്യക്തമായ ചുവരെഴുത്താണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. അത് CPM മനസ്സിലാക്കണം. അവരോടിത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് തോന്നിയ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. അതാണ് CPM-ന്റെ പ്രത്യേകത. പക്ഷേ ജനങ്ങളുടെ യഥാർത്ഥ വികാരം എന്താണ്, ഈ സർക്കാരിനെ കുറിച്ച് അവരെന്താണ് കാണുന്നത്, കരുതുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവർക്ക് നല്ലത്. എന്തായാലും ഈ 3ാം പിണറായി സർക്കാർ എന്നുള്ള ഈ വാചക കസർത്ത് ഇനി പുറത്തെടുക്കാൻ 2-3 മാസമെങ്കിലും കഴിയേണ്ടി വരും.